പാല മീനച്ചിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലേക്ക് വാഹനങ്ങൾ എത്തുന്നതിന് തടസ്സമുണ്ടെന്ന വാർത്ത ശരിയല്ലെന്ന് മീനച്ചിൽ തഹസീൽദാർ ലിറ്റിമോൾ തോമസ് പറഞ്ഞു. വാഹനങ്ങൾ പാർക്ക് ചെയ്തത് സംബന്ധിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതികരിക്കുകയായിരുന്നു തഹസീൽദാർ. നിയമലംഘനത്തിന് പിടിച്ചെടുത്ത വാഹനങ്ങൾ ഓഫീസിന് സമീപത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഓഫീസിലേക്കുള്ള വാഹനങ്ങൾക്ക് തടസ്സമുണ്ടായിട്ടില്ല എന്നും പിടിച്ചെടുത്ത വാഹനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതിനാലാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതെന്നും തഹസീൽദാർ പറഞ്ഞു. അനധികൃതമായി കസ്റ്റഡിയിലെടുത്തിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്തത് മൂലം സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് വാഹനം തടസ്സപ്പെട്ടു എന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ റവന്യൂവിൻ്റെ അധീനതയിലുള്ള ഭൂമിയിൽ RDO കോംപ്ലക്സിനായി നീക്കിവെച്ചിട്ടുള്ള ഭൂമിയിലാണ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിച്ചിട്ടുള്ളത്. അത് സേഫായി സൂക്ഷിക്കുക എന്നത് റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവാദിത്തമായതിനാലാണ് ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പാർക്ക് ചെയ്തത് പ്രകാരം സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ലാത്തതാണ്. ബാക്കിയുള്ള സ്ഥലം മുൻകാലങ്ങളിൽ സിവിൽ സ്റ്റേഷനിലേക്കുള്ള പൈപ്പുകൾ പോകുന്ന ഭാഗമായതിനാലാണ് അവിടെ പാർക്ക് ചെയ്യാൻ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിന് സാധിക്കുന്നില്ലാത്തത്. കാരണം അങ്ങോട്ട് വണ്ടി കയറ്റിയാൽ ഈ പൈപ്പുകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുമാണ്. ആയതുകൊണ്ടാണ് ഈ സ്ഥലത്ത് പാർക്കിംഗ് നിരോധിച്ചിട്ടുള്ളത്. പിന്നീട് അവിടെ ഒരു വാഹനം വർഷങ്ങളായി തുരുമ്പിച്ച് കിടക്കുന്നു എന്നൊരു വാർത്ത കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് മാറ്റണമെങ്കിൽ വളരെയധികം നിയമ നടപടികൾ മുഖാന്തരം മാത്രമേ ഇത് നീക്കം ചെയ്യാൻ നിർവാഹമുള്ളൂ എന്നവരും അറിയിക്കുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന റവന്യൂ ഭൂമിയിലൂടെ വാട്ടർ പൈപ്പ് ലൈൻ കടന്നു പോകുന്നതുകൊണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. തുരുമ്പെടുത്ത് കിടക്കുന്ന വാഹനം ഇവിടെ നിന്ന് നീക്കണമെങ്കിൽ ഒട്ടേറെ നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും നിലവിൽ രജിസ്ട്രാർ ഓഫീസിലേക്ക് വാഹനങ്ങൾ എത്തുന്നതിന് തടസ്സമില്ലെന്നും തഹസീൽദാർ ലിറ്റിമോൾ തോമസ് പറഞ്ഞു. ഐഫോറിയ ന്യൂസ്, പാല.